പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം വചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും വചനം തന്നെയായ അവൻ്റെ വചനത്തിലൂടെയാണ് അത് പ്രാവർത്തിക തലത്തിലേക്ക് എത്തുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വചനം ഇതിന് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉപമ പോലെ ഈശോ പറയുന്നുണ്ട്. കാറ്റൂതി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ ആ ഭവനത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. വീണ്ടും മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വചനം പറയുകയാണ്, മഴ പെയ്തു, കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നുവെന്ന്. എന്നിട്ട് 7-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ അത് ഇച്ചിരി ക്ലാരിറ്റിയോടെ പറയുന്നുണ്ട്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് പാറമേൽ പണിയപ്പെട്ട ഭവനമായിരുന്നു, അതിന് യാതൊരു ക്ഷതങ്ങളും ഏറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു ആധ്യാത്മികത പടുത്തുയർത്തുന്നത്, ഭൗതികത പടുത്തുയർത്തുന്നത് യഥാർത്ഥത്തിൽ ഈശോയോട് കൂടെ, ഈശോയോട് ചേർന്നാണെങ്കിൽ അത് അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ സ്ഥിരമായി നിലനിൽക്കും. ഈ ഈശോയോട് ചേർന്ന ഒരു അടിത്തറയാണ്, വചനമായ അവനോട് ചേർന്ന അടിത്തറയാണെങ്കിൽ, വചനത്തോട് ചേർന്നാണ് നമ്മൾ പണിയപ്പെടുന്നതെങ്കിൽ അത് സ്ഥിരമായി നിലനിൽക്കും. അതിച്ചൊരു വ്യക്തത ഉണ്ടാകാൻ, ക്ലാരിറ്റി ഉണ്ടാകാൻ ഞാൻ മറ്റൊരു വചനം കൂടി നമുക്ക് ഇതോട് ചേർത്ത് വയ്ക്കാം. 1 തിമോത്തി 6:19. അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കേണ്ടതിന് നിങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. ഇന്ന് സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, ഒരു ആത്മീയ അടിത്തറയുടെ നിറവുണ്ടാകാൻ, ദൈവകൃപയുടെ നിറവുണ്ടാകാൻ, ഒരു വചനത്തിൻ്റെ അഭിഷേകത്തിൽ സ്ഥിരമായി നിലനിൽക്കാൻ ഞാൻ പണിതുയർത്തിയിരിക്കുന്ന യേശുവായുള്ള ബന്ധത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് എന്നും ചിന്തിക്കണം. യേശുവായുള്ള എൻ്റെ ബന്ധം എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഞാൻ പണിയപ്പെട്ട അടിത്തറ യേശുവിലാണോ, യേശു കേന്ദ്രീകൃതമാണോ? അതേ ഒരു പ്രതിസന്ധി വരുമ്പോൾ, കാറ്റുവരുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ തകർന്നു പോകുന്നൊരു അടിത്തറയാണോ? ഒന്ന് ചിന്തിക്കണം. അതാണ് 1 തിമോത്തി 6:19 പറയുന്നത്. യഥാർത്ഥ ജീവൻ അവകാശമാക്കേണ്ടതിന് നിങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. ഒരു വചനം കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 22-ാം വചനം ഏറെ വേദനാജനകമായ വചനമാണ്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാകാതെ വചനം അനുവർത്തിക്കുന്നവരുമാകുക. ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെയാക്കി വചനം മാറ്റണം. വചനം ജീവിതമാക്കി മാറ്റണം, ജീവിതത്തിൻ്റെ സർവസ്വമാക്കി മാറ്റണം. അല്ല, യേശു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കണം. വചനം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാകാതെ, വചനം എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ, എൻ്റെ ചിന്തകളിൽ, മനസ്സുകളിൽ, മനനങ്ങളിൽ, പ്രവർത്തനത്തിൻ്റെ ഓരോ തലങ്ങളിലും അത് വ്യാപരിക്കാൻ തക്ക വിധത്തിൽ ഞാൻ ഈ വചനത്തോട് ഐക്യപ്പെട്ടാൽ, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വചനം എന്നിൽ മാംസത്തിൽ ഇടവരും. പ്രത്യേകിച്ച് പാറമേൽ ഭവനം പണിത വിവേകമതിയായ ബുദ്ധിമാനായ മനുഷ്യന് തുല്യനായി ഞാനും വളരുവാൻ, ദൈവത്തിന് മുമ്പിൽ എനിക്കൊരു വിലയുണ്ടാകാൻ, ഞാൻ ദൈവത്തിന് മുമ്പിൽ ഞാൻ സ്വീകാര്യനായ വ്യക്തിയായി മാറുവാൻ ഈ കേട്ട വചനം മാംസരിക്കാൻ നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.